ഒരാൾ മദ്യപിക്കുന്നതുകൊണ്ട് അയാൾക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ അയാളെ മദ്യപാന രോഗി എന്ന് വിളിക്കാം. മദ്യപിക്കണമെന്ന ആഗ്രഹം ഒരാൾക്ക് തോന്നി തുടങ്ങുന്നത് മദ്യപാന രോഗത്തിന്റെ തുടക്കമാണ്. മദ്യപിച്ച് ഓർമ്മ നശിച്ച് ബ്ലാക്ക് ഔട്ട് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ് മദ്യപാന രോഗം കലശലായി എന്നതിന്റെ സൂചന. നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള മദ്യാസക്തി ഒരു രോഗമാണ്. ഓരോ ദിവസവും വഷളായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ മുഖ്യ സവിശേഷത. ചികിത്സയിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാവുന്ന രോഗാവസ്ഥയാണിത്. ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ മദ്യപാന രോഗത്തിന്റെ സങ്കീർണതകൾ രോഗിയെ മരണത്തിലേക്ക് എത്തിക്കും. ചില ആളുകൾ പ്രലോഭനങ്ങൾക്കും വൈകാരിക വിദ്വേഷങ്ങൾക്കും വേഗം അടിമപ്പെടും. മറ്റു ചിലർക്ക് ഇത്തരം പ്രലോഭനങ്ങളെ എളുപ്പം അതിജീവിക്കാൻ കഴിഞ്ഞേക്കും. ആസക്തിയെ അതിജീവിക്കാനുള്ള മാനസിക ശേഷി കുറഞ്ഞവരാണ് പെട്ടെന്ന് തന്നെ മദ്യപാന രോഗത്തിന് അടിമപ്പെടുന്നത്. ഇതുകൂടാതെ ജനിതക ഘടകങ്ങളും കുടുംബപരമായ കാരണങ്ങളും സാമൂഹിക പ്രശ്നങ്ങളുമൊക്കെ മദ്യാസക്തിക്ക് വഴിതെളിച്ചേക്കാം. ആദ്യഘട്ടത്തിൽ മദ്യപാനം വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒന്നായിരിക്കും. ക്രമേണ കുടിയുടെ ഇടവേളയുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. അടുത്ത മദ്യപാന അവസരത്തിനായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ വരും. മുമ്പ് 60 ml മദ്യം കഴിക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്ന കിക്ക് ഇപ്പോൾ തോന്നാതിരിക്കുക. ഇതെല്ലാമാണ് ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. രണ്ടാം ഘട്ടമാകുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും പൊങ്ങച്ചം പറയുകയും അധിക ധൈര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യപാനത്തെ ന്യായീകരിക്കുകയും കുടുംബസാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തനിയാണെങ്കിലും മദ്യപിക്കണമെന്ന് തോന്നലുണ്ടാവുകയും ചെയ്യും. മദ്യത്തിന്റെ കെട്ടിറങ്ങുമ്പോൾ കുറ്റബോധവും പശ്ചാത്താപവും തോന്നുക, മദ്യപിച്ചില്ലെങ്കിൽ ഒരുതരം അസ്വസ്ഥത പ്രകടമാക്കുക എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ കാണാനാകുക. അന്തിമഘട്ടത്തിലെത്തുമ്പോൾ കുടുംബസാമൂഹിക പ്രശ്നങ്ങൾ ശക്തമാകും. രാവിലെ മുതൽ തന്നെ മദ്യപിക്കാൻ അവസരം കിട്ടിയാൽ മദ്യപാന രീതികൾ പിന്നീട് മദ്യപാന രോഗമായി മാറുന്നു. പെരുകുന്ന റോഡപകടങ്ങൾ, ക്രിമിനിസം, തകർക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ധനനഷ്ടം, മാനനഷ്ടം, ആത്മഹത്യാ പ്രവണത എന്നിങ്ങനെ പോകുന്നു മദ്യപന്റെ കോട്ടങ്ങൾ. മദ്യപാനം ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പെട്ടെന്ന് ഈ ശീലം നിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പതിയെ കുടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. മദ്യപിച്ച് അസുഖം വരുത്തുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.